ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ള ധാരാളം നിവേദനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കടപരിധി വർദ്ധിപ്പിക്കുന്ന കാര്യം, നമ്മുടെ റോഡ് നാഷണൽ ഹൈവേക്ക് റോഡ് എടുക്കുമ്പോൾ കിട്ടേണ്ട കോമ്പൻസേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം മുഖ്യമന്ത്രിയുമായിട്ടും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ സംസാരിക്കുന്ന പ്രോസസ്സിലാണ് നടക്കുന്നത്. ഇതിന് കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു സമയബന്ധിതമായി അനുകൂലമായി ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞാൻ ഇന്നത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി. വളരെ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഫയലുകളും അരമണിക്കൂറോടെ എടുത്തിട്ടാണ് സംസാരിച്ചത്. വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്വാഭാവികം നമുക്കൊരു ശുഭവിശ്വാസമുണ്ട് ഈ കാര്യത്തിൽ. വയനാടിൻ്റെ കാര്യം മാത്രമല്ല, ഞങ്ങളെടുത്തത് വയനാട് മാത്രമല്ല, വയനാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. കേന്ദ്ര ടീമിൻ്റെ കിട്ടി, സംസ്ഥാനത്തിൻ്റെ കിട്ടി. അപ്പോൾ ഇത് സമയബന്ധിതമായി തീരുമാനമെടുക്കണം. മറ്റു പാക്കേജ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തന്നെയാണ് റിപ്പോർട്ട് അനുസരിച്ചല്ലേ വരുള്ളൂ. സംശയമുള്ളത് ഒരു പാക്കേജ് ആയിട്ടാണോ അതല്ലെങ്കിൽ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ട് അതിലേക്ക് റീഇൻവെസ്റ്റ് അത് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നല്ല, അത് പ്രത്യേകമായിട്ട് തന്നെ വരും. കാരണം ഡിസാസ്റ്റർ ഫണ്ട് കേരളത്തിന് ഇനി വരാൻ പോകുന്ന ദുരിതങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കേരളത്തിന് കിട്ടുന്നൊരു ഫണ്ടാണ്. നമുക്കിപ്പോൾ വേണ്ടത് വയനാട് ദുരന്തത്തിൽ കിട്ടേണ്ട പ്രത്യേക പാക്കേജാണ് നമുക്ക് വേണ്ടത്. അതാണിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേന്ദ്ര ടീമും സമാനമായ റിപ്പോർട്ടാണ് വളരെ വേഗം തന്നെ ആ പാക്കേജ് ലഭ്യമാകുമെന്നുള്ളത് തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്ക് സമയബന്ധിതമായ താമസിക്കാതെ, കാരണം ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ദുരിതമുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങളാണ്, സെൻട്രൽ ടീം കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനം സമയബന്ധിതമായി ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെട്ടത്. ആ രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ സഹായം ലഭിക്കുമെന്നുള്ളതിൽ ഒരു ഉറപ്പ് ലഭിക്കുമെന്ന് ഉറപ്പാണ്. തരും സമയബന്ധിതം. 1500 കോടിയല്ലേ പാക്കേജ്? അത് അവിടെ ഡീറ്റെയിൽസ് വരണം. ഡീറ്റെയിൽസ് വന്നത് അല്ല, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ന് വിളിപ്പിച്ചല്ലോ. നമ്മൾ 2 മീറ്റിങ്ങിൽ പോയി പല കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ വയനാടിന് മുമ്പുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ വയനാടാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. മറ്റ് പ്രശ്നങ്ങളുണ്ട്, പലതും സംസാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് വയനാടിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അതിനൊരു പരിഹാരമുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. വിളിപ്പിച്ചിരുന്നു, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ അരമണിക്കൂറോളം ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷമാണ് എന്നോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ക്യാബിനറ്റ് കമ്മിറ്റി സബ് കമ്മിറ്റി എപ്പോഴൊക്കെ കൂടുക എന്നതിനെപ്പറ്റി ഏകദേശ ധാരണ സമയബന്ധിതമായി തീർക്കാമെന്ന് പറഞ്ഞാൽ എത്രയും വേഗം കൂടുമെന്നല്ലേ. നല്ല സമയബന്ധിതമായിട്ട് തീർക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ കേരള ഹൗസിൽ പത്രക്കാരുണ്ട്, എന്ത് മറുപടി പറയുന്നു. അവർ പറഞ്ഞു സമയബന്ധിതമായി തീർന്നു. ഗവൺമെന്റിന്റെ കാര്യത്തിൽ നമുക്ക് സഹായം കിട്ടും സമയബന്ധിതമായി എന്നുള്ള ഉറപ്പ് കിട്ടും. അധികം നീണ്ടുപോകില്ല എന്നാണ് നമ്മുടെ എല്ലാവരും വിശ്വാസം. എത്രയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണ്ടായിരുന്നു. കേന്ദ്ര ടീം എടുത്ത ശുപാർശകൾ എന്താണെന്ന് അറിയാം. അത് നമുക്കറിയാം. നമ്മുടെ ഫയല് കണ്ടിട്ടില്ലല്ലോ. തടസ്സങ്ങളായിട്ട് ഉണ്ടാകാൻ യാതൊരു സാധ്യത പറഞ്ഞില്ല. ഞങ്ങളിരുന്ന് സംസാരിച്ച സന്ദർഭത്തിൽ മറ്റൊത്തിരി ആളുകൾ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക സമയമെടുത്തിട്ടാണ് ഈ ഫയൽ ഞാൻ മാധ്യമങ്ങളോട് എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചു. പറഞ്ഞു സമയബന്ധിതമായി തീർക്കും എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല. സ്വാഭാവിക കേരളത്തിന് ഗുണകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ സന്തോഷമല്ലേ. നമ്മളിപ്പോൾ എയിംസിന് വേണ്ടി പോയി, ഇപ്പോൾ നമ്മൾ എയിംസിൻ്റെ പുറകെയാണ്. നടക്കുമ്പോൾ നമുക്ക് സന്തോഷം കൂടുതലാണ്. നമ്മുടെ എയിംസ് ഇതിൽ കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായം കേരളത്തിന് ഉടനെ ലഭിക്കും. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനമന്ത്രിയിൽ നിന്ന് നേരിട്ട് ഉറപ്പ് ലഭിച്ചു. തീർച്ചയായും അങ്ങനെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. പൈക്ക് വരെന്താ കത്തേക്കാൻ എനിക്കറിയില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ ദില്ലിയിൽ ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കെ.വി. തോമസ്. ഇപ്പോൾ ദില്ലിയിൽ നിന്നും PR സുനിൽ കൂടി ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ സുനിൽ, എന്തായാലും ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് കെ.വി. തോമസ്. ഉടൻ തന്നെ സമയബന്ധിതമായി തന്നെ പാക്കേജ് പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് അല്പസമയം മുമ്പാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതായാലും ഇന്നത്തെ കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് കെ.വി. തോമസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ സാഹചര്യങ്ങൾ വിശദമായി കേന്ദ്ര സർക്കാർ പരിശോധിച്ചിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയ്ക്കിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു, അത് പരിശോധിച്ചു. കേന്ദ്ര സംഘം വയനാട്ടിലെത്തി പരിശോധന നടത്തി നൽകിയ റിപ്പോർട്ട് ക്യാബിനറ്റിന്റെ ഫൈനാൻസ് കമ്മിറ്റിക്ക് മുമ്പാകെയുണ്ട്.
ഏതായാലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അധികം വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ എടുക്കും എന്നാണ് ഇപ്പോൾ ധനകാര്യ മന്ത്രി ഇപ്പോൾ കെ വി തോമസിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ്, നിലപാടാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പ്രകടിപ്പിച്ചത് എന്നാണ് കെ വി തോമസ് അറിയിച്ചത്. ഏതായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം കേന്ദ്രത്തിൽ നിന്ന് സഹായം ആവശ്യപ്പെടുകയാണ്. ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. അതേസമയം കേന്ദ്ര സർക്കാർ ഇതുവരെയും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ല. മാത്രമല്ല ഇതിന്റെ നടപടികൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരാവശ്യം കൂടി കേരളം മുന്നോട്ട് വെച്ചിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നതായിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വയനാടിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് നൽകുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് വയനാടിന് വേണമെങ്കിൽ ചെലവാക്കാം എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏതായാലും അപ്പോഴും ഈ കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക പാക്കേജ്, പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അനുവദിക്കണം എന്നതായിരുന്നു കേരള സർക്കാരിന്റെ നിലപാട്. ഇന്ന് മൂന്നാമത്തെ തവണയാണ് കെ വി തോമസ് ഈ വിഷയത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നിലപാട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ കെ വി തോമസ് സമയബന്ധിതമായി നൽകുമെന്ന് പറയുമ്പോഴും അധികം കാലതാമസം ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? പ്രത്യേകിച്ച് സാങ്കേതിക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. തീർച്ചയായും കാലതാമസം വരുത്താതെ സമയബന്ധിതമായി കേരളത്തിന്റെ ആവശ്യത്തിൽ നടപടിയെടുക്കും എന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് കെ വി തോമസിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. കഴിഞ്ഞ 2 യോഗങ്ങൾക്ക് ശേഷവും ഇത്രയും വലിയ പ്രതീക്ഷ ഏതായാലും കെ വി തോമസ് പ്രകടിപ്പിച്ചിരുന്നില്ല. ഇന്ന് വലിയ സന്തോഷം തോന്നുന്നു, ഇന്ന് വലിയ സന്തോഷമുള്ള ദിനം എന്നാണ് കെ വി തോമസ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കിയത്. ഏതായാലും ഈ കൂടിക്കാഴ്ചയ്ക്കിടെ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഫയലുകളൊക്കെ തന്നെ കേന്ദ്ര ധനമന്ത്രി വിളിച്ചു വരുത്തി പരിശോധിച്ചു കെ വി തോമസ് ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും സമയബന്ധിതമായി അധികം വൈകാതെ കേരളത്തിന്റെ കാര്യത്തിൽ, കേരളത്തിന്റെ ആവശ്യത്തിൽ, വയനാടിന്റെ കാര്യത്തിൽ ഉടൻ കേന്ദ്ര സർക്കാർ നടപടിയുണ്ടാകും. പാക്കേജ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ളൊരു സൂചന ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നൽകി എന്നാണ് കെ വി തോമസ് വ്യക്തമാക്കുന്നത്. ഓക്കെ, പി ആർ സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.